തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എമർജൻസി വിഭാഗം ഡോക്ടർ ഷമീർ കെ യു. ഈ കൊതുകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊതുകിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രജനനവും ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരു കൊതുക് ഇടുന്ന മുട്ടകളും അതിന്റെ കൂത്താടികളിൽ നിന്ന് വരുന്ന കൊതുകുകളും ഈ ഡെങ്കിപ്പനി പകർത്താൻ ശേഷിയുള്ളവയാണ്? ഈ ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകൾ കേരളീയർക്ക് പണ്ട് മുതലേ പരിചയമുള്ള കൊതുകുകളാണ്. കാരണം 2006 ചിക്കുൻഗുനിയ വ്യാപകമായപ്പോൾ അതിന്റെ കാരണവും മറ്റൊന്നായിരുന്നില്ല. ഇനിയും നമ്മൾ വളരെയേറെ ഭയപ്പെടുന്ന, ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഭാഗ്യവശാൽ എത്തിച്ചേരാത്ത മഞ്ഞപ്പനി പോലെയുള്ള വളരെ മാരകമായിട്ടുള്ള വൈറസ് രോഗങ്ങളും പരത്തുന്നത് ഈഡിസ് കൊതുകുകൾ തന്നെയാണ്. ഈഡിസ് കൊതുകുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കൊതുകുകളെ 4 വർഗ്ഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അനോഫലിസ്, ക്യൂലെക്സ്, മാൻസനോയിഡ്സ്, പിന്നെ ഈഡിസ് കൊതുകുകൾ. ഈ ഈഡിസ് കൊതുകുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ പലപ്പോഴും നമ്മുടെ വീടിന് ചുറ്റുപാടുകളിലുള്ള ചെറിയ ചെറിയ ജലശേഖരങ്ങളിൽ തന്നെയാണ് പ്രജനനം നടത്താറുള്ളത്. അല്ലാതെ അഴുക്കുചാലുകളിലോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓടകളിലോ മാലിന്യ കൂമ്പാരങ്ങളിലോ മാത്രമല്ല ഈഡിസ് കൊതുകുകൾ പ്രജനനം നടത്തുന്നത്. നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പാത്രങ്ങളിലും ചിരട്ടകളിലും മറ്റും ശേഖരിക്കുന്ന ചെറിയ ജലശേഖരങ്ങളിൽ തന്നെ ഈ ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈഡിസ് കൊതുകുകൾ കൂടുതലും പകൽ കടിയന്മാരാണ്. നമ്മൾ രാത്രിയാകുമ്പോൾ വാതിലെല്ലാം അടച്ചിടുന്നു, ജനലെല്ലാം അടച്ചിടുന്നു, നമ്മൾ മസ്കിറ്റോ റിപ്പല്ലന്റ്സുകൾ ഉപയോഗിക്കുന്നു, പലതരത്തിലുള്ള കൊതുക് തിരികൾ കത്തിക്കുന്നു, പുകയ്ക്കുന്നു, എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കടിക്കേണ്ട കൊതുകുകൾ പകൽ വന്ന് കടിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, രാത്രിയിൽ കുറച്ച് പലതരത്തിലുള്ള കൊതുക് റിപ്പല്ലന്റുകൾ ഉപയോഗിച്ചതുകൊണ്ടോ കൊതുക് വലയ്ക്കകത്ത് കടന്നതുകൊണ്ടോ മാത്രം നമുക്ക് ഇതുപോലെയുള്ള പനികളെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വീട്ടിൽ പലപ്പോഴും ഞങ്ങൾ സ്ത്രീകളോടൊക്കെ പനിയായിട്ട് വരുന്നവരോട് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, അടുക്കളയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല ഡോക്ടറെ, പകൽ മുഴുവൻ കൊതുക് കടിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ജോലി സ്ഥലത്ത്, തൊഴിൽ ഇടങ്ങളിലും ഒക്കെ പണിയെടുക്കുന്നവരും എല്ലാം തന്നെ പകൽ സമയത്ത് ധാരാളം കൊതുകുകൾ കടിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കടികൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. പരിസരം വൃത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുറ്റുപാടുകൾ ഈ പറയുന്നത് പോലെ ഈർപ്പരഹിതമായിട്ടും ശുചിത്വം ഉള്ള രീതിയിലും സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ജനലുകളും മറ്റും നെറ്റുകളും മറ്റും തറച്ച് കൊതുകുകൾ അകത്ത് കിടക്കാതെ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കൊതുകിന്റെ ഒരു ട്രാവലിംഗ്, എത്ര ദൂരം ഈ കൊതുക് സാധാരണഗതിയിൽ സഞ്ചരിക്കും? അതിന് ഈ എത്ര ദൂരത്തേക്ക് ഇത്തരം അസുഖങ്ങളെ, അതുകൊണ്ട് തന്നെ എത്ര ദൂരത്തേക്ക് ഈ അസുഖങ്ങളെ ട്രാവൽ ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്? സാധാരണഗതിയിൽ ഈ ഇഡിസ് പോലെയുള്ള കൊതുകുകൾ ദീർഘദൂരം സഞ്ചരിക്കുന്നവയൊന്നുമല്ല. 100-200 മീറ്റർ വരെയൊക്കെ ആയിരിക്കും അവ കൂടുതൽ സഞ്ചരിക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ ആളുകളുടെ ബാഗുകളിലും മറ്റും കയറിയിരുന്ന് എവിടെ വേണമെങ്കിലും ഈ കൊതുകുകൾക്ക് എത്താം. പക്ഷെ അവ സ്വയം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 100-200 മീറ്ററിൽ കൂടുതലൊന്നും അവ സഞ്ചരിക്കാറില്ല. തീർച്ചയായിട്ടും മലിക്കിനെത്തി Health Tips Malayalam of Zakaria Kasim. To join WhatsApp group dial 917736743113. സാറ്, നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത്, ഇപ്പൊ ടി വിയിൽ കാണുന്ന പരസ്യങ്ങളിൽ പോലും, കൊതുകിന്റെ പ്രോഡക്ട്സിന്റെ പരസ്യങ്ങളിൽ പോലും രാത്രി ഉറക്കത്തിൽ വരുന്ന കൊതുക് നമ്മൾക്ക് ഡെങ്കുപ്പനി പോലുള്ള രോഗങ്ങൾ പടർത്തുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ സത്യം അതല്ല. ഡെങ്കുപ്പനി പോലുള്ള രോഗങ്ങൾ പരത്തുന്നത് ഏഡിസ് എന്ന് പറയുന്ന കൊതുകാണ്. ഇവ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോഴോ തുണി നനയ്ക്കുമ്പോഴോ, അതായത് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും നമ്മൾ അറിയാതെ നമ്മുടെ കാലുകളിലും കൈകളിലും വളരെ സൈലന്റ് ആയിട്ട് വേദന ഉണ്ടാക്കാതെ വന്ന് കടിച്ചിട്ട് പോകുന്ന കറുത്ത നിറത്തിൽ പുള്ളിക്കുത്തുകളോട് കൂടിയ ചെറിയ കൊതുകുകളാണ് ഏഡിസ് കൊതുകുകൾ. ഇവയാണ് മഴക്കാലത്ത് ഇപ്പോഴത്തെ സീസണിലുള്ള ഡെങ്കുപ്പനി പടർത്തുന്നത്. രാത്രികളിൽ നമ്മൾ കൊതുകിന് വേണ്ട സുരക്ഷ എടുത്ത് മുറിക്ക് നമ്മളെല്ലാ ഹോളുകളും അടച്ച് മുറിയിൽ വേണ്ടത്ര മസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിച്ച് കിടന്നുറങ്ങിയാൽ പോലും ഈ ഡെങ്കു കൊതുകിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ പരിസരവും വീടും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ വീടിന് ചുറ്റും പുല്ലുകൾ വളർന്നു നിൽക്കുക. അതിന്റെ ഒരു പുല്ലിന്റെ അകത്തുള്ള ചെറിയ സ്പേസിൽ പോലും കൊതുക് വന്ന് മുട്ടയിട്ടാൽ അവിടെ ഈ ഡെങ്കു കൊതുക് പെരുകാറുണ്ട്. സോ ഇത്തരത്തിൽ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കൊതുകിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊന്നാമത്തെ കാരണം. രണ്ടാമത്തത്, ഒരു ഡെങ്കു കൊതുകിന്, പ്രത്യേകിച്ച് ഏഡിസ് പരത്തുന്ന കൊതുകിന്, ഏഡിസിന് അതിന് ചുറ്റുമുള്ള ഏതാണ്ട് 400 മീറ്റർ ചുറ്റളവിൽ രോഗം പരത്താനുള്ള കഴിവുണ്ട്. അതിനാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സമൂഹം, അതായത് നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും കൂട്ടായിട്ട് പരിസര ശുചീകരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊതുക് നശീകരണം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമായിട്ട് മാറുകയില്ല.
Health Tips Malayalam of Zakaria Kasim. To join WhatsApp group, dial 917736743113.